നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജാനുവരി 25 ഞായറാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. മാനസികമായ പിരിമുറുക്കവും ഉറക്കക്കുറവും അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണിത്. ജലദോഷം, ഭക്ഷണസുഖക്കുറവ്, മനഃശക്തിക്കുറവ് എന്നിവ അലട്ടിയേക്കാം. മാതാപിതാക്കളുടെയോ ബന്ധുക്കളുടെയോ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. വാഹനഭാഗ്യവും തൊഴിൽ വിജയവും ഉണ്ടാകുന്ന ശുഭദിനമാണിത്. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സാമ്പത്തികമായ നേട്ടങ്ങളും കൈവരും. പ്രണയകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാനും അത് വിവാഹത്തിലേക്ക് നീങ്ങാനും അനുകൂലമായ സാഹചര്യം ഉണ്ട്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽ അന്വേഷിക്കുന്ന യുവതീ യുവാക്കൾക്ക് അർഹമായ ജോലി ലഭിക്കാൻ മികച്ച യോഗമുണ്ട്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്തും. ദീർഘകാലമായുള്ള ആഗ്രഹങ്ങൾ സഫലമാകാൻ സാധ്യതയുള്ള ദിവസമാണിത്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വിദേശവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണം. വിശ്വസ്തരിൽ നിന്ന് ചതി നേരിടാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിലും ധനപരമായ കാര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത കരുതൽ ആവശ്യമാണ്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അപമാനം, ധനനഷ്ടം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ അലട്ടിയേക്കാം. സന്താനങ്ങളുടെ കാര്യത്തിൽ ചെറിയ തോതിലുള്ള മനപ്രയാസങ്ങൾ വരാൻ ഇടയുള്ളതിനാൽ സംയമനം പാലിക്കുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് അനുകൂലമായ ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. മികച്ച ജീവിത പങ്കാളിയോ കണ്ടെത്താൻ ഈ സമയം സഹായിക്കും. ഗ്രഹനിലകൾ പരിശോധിച്ച് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് കൂടുതൽ ഗുണം ചെയ്യും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽ രംഗത്ത് വലിയ വിജയവും സാമ്പത്തിക നേട്ടവും കൈവരും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പ്രോജക്ടുകൾ ലഭിക്കാൻ യോഗമുണ്ട്. ബന്ധുക്കളുമായി സന്തോഷം പങ്കിടാനും ദമ്പതികൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാനും ഇടയാകും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ആമാശയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ ആരോഗ്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം. അയൽക്കാരുമായോ ബന്ധുക്കളുമായോ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം. നിയമപരമായ കാര്യങ്ങളിൽ തിരിച്ചടികൾ നേരിടാൻ സാധ്യത കാണുന്നു. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ സന്തോഷക്കുറവോ അസ്വസ്ഥതകളോ അനുഭവപ്പെടാം. ഉറക്കക്കുറവും ദുസ്വപ്നങ്ങളും അലട്ടാൻ സാധ്യതയുള്ളതിനാൽ മാനസികമായി ശാന്തത പാലിക്കാൻ ശ്രമിക്കുക. ഭക്ഷണസുഖം കുറയാൻ ഇടയുള്ള ദിവസമാണിത്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. കുടുംബസൗഖ്യവും തൊഴിൽ വിജയവും ഉണ്ടാകുന്ന മികച്ച ദിവസമാണിത്. സാമ്പത്തിക നേട്ടങ്ങളും ശത്രുക്കളുടെ പരാജയവും പ്രതീക്ഷിക്കാം. ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം വലിയ ലാഭത്തിൽ എത്തിച്ചേരുന്ന ശുഭകരമായ സമയമാണിത്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കർമ്മമേഖലയിൽ അർഹമായ ഉന്നത പദവികൾ ലഭിക്കാൻ യോഗമുണ്ട്. ബിസിനസ്സിൽ പുരോഗതിയും ധനലാഭവും കൈവരും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും ശാരീരികമായ സുഖവും അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും ഇന്ന്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ശത്രുക്കളെ പരാജയപ്പെടുത്താനും ഉന്നത സ്ഥാനങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. വാഹനഭാഗ്യവും ശരീര ചൈതന്യവും വർദ്ധിക്കും. ഈശ്വരവിശ്വാസം വർദ്ധിക്കുകയും മനസമാധാനം ലഭിക്കുകയും ചെയ്യുന്ന അനുകൂലമായ ദിവസമാണിത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.